2 മിനിറ്റ് കൂടി. ഒരു മിനിറ്റ്. ആ നിലാവ് ഉച്ചത്തിലാ. ഇനി ധൈര്യമായിട്ട് കഴിക്കാം. ആയിക്കോട്ടെ മോളെ, ജ്യോതിഷത്തെ പുച്ഛിക്കരുത്. ഡാഡി ഒത്തിരി നാളായി നമ്മുടെ പ്ലാന്റേഷൻ വരെയൊക്കെ ഒന്ന് പോയിട്ട്. മോള് നാളെ അവിടം വരെ ഒന്ന് പോണം. മുകുന്ദനെ കൂടെ കൂട്ടിക്കോളൂ. ഈ പ്ലാന്റേഷനിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? എനിക്ക് വലിയ പിടിയില്ല. ഉടനെ മടങ്ങി വരില്ലേ? അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമല്ലേ മടക്കയാത്രയെ പറ്റി പറയാൻ പറ്റൂ. ഒരു ഞായറാഴ്ചയായിട്ട് പല പ്ലാനും ഇട്ടിരുന്നതാ, എല്ലാം പൊളിഞ്ഞു. നിങ്ങളുടെ കൂടെ MD വരുന്നുണ്ടോ? അറിഞ്ഞൂടാ. അപ്പോ മനസ്സിലായി. ഞാനും അഖിലയും മാത്രമായിട്ടുള്ള ഒരു യാത്ര അപകടമാണെന്നല്ലേ മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞു. അതാണല്ലോ സൂചന. ആ പെണ്ണിന് ഇത് എന്തിന്റെ സൂക്കേടാ? കയറൂരി വിട്ടുപോലെ ഒരു കാറും എടുത്തോണ്ട് ഇറങ്ങും. ആൺപെൺ വ്യത്യാസമില്ലാത്ത അവളുടെ ഒരു സംസാരവും പെരുമാറ്റവും. നിഷ്കളങ്കയായ പെൺകുട്ടികൾ അങ്ങനെ പെരുമാറുക എന്നുവെച്ചാൽ മറ്റുള്ള പെൺകുട്ടികളൊക്കെ മോശക്കാരാണെന്നാണോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ അവളുടെ കൂടെ പോകാൻ പാടില്ല. വേണ്ട, നമുക്ക് ഈ ജോലിയും വേണ്ട, കൂലിയും വേണ്ട, വേറെ വല്ല പണിയും നോക്കാം. ചൂടാവണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ പ്ലാന്റേഷനിലേക്ക് വരാം. വിഡ്ഢിത്തം പറയാതെ. എന്ത് പറഞ്ഞാ ഞാൻ നിന്നെ കൊണ്ടുവന്നേ? എന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാ മതിയല്ലോ. എന്താ സീത നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ നിന്നെയും കൂട്ടി ഒരു പിക്നിക്കിനോ മറ്റോ പോകാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. വിചാരിച്ചാ മാത്രം പോരല്ലോ. സീത പറയുന്നതിൽ എന്താണ് തെറ്റ്? എങ്ങനെങ്കിലും കൂട്ടിക്കൊണ്ടു പോ. എന്നെ കണ്ടുപിടിക്ക്. ഞാൻ ഞായറാഴ്ച എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. എങ്ങനെ? 10 മുതൽ 12 വരെ ക്ലബിൽ ചീട്ടുകളി, 12 മുതൽ 1:30 വരെ മിലിറ്ററി ക്യാന്റീനിൽ ഊണ്, അതിനുശേഷം മാറ്റിനി. ഷാറുഖ് ഖാനും അമീർ ഖാനും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ജബർദസ്ത് ബന്ദോബസ്ത്. അയ്യോ, അവള് വന്നു. ഹായ് മുകുന്ദൻ, നമുക്ക് പോവാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? അതൊന്നും ശരിയാവില്ല. എന്താ പ്രശ്നം? ഒന്നുമില്ല മാഡം, സീതയ്ക്കൊരു വിഷമം. അവരും കൂടി ജോലി ചെയ്യുന്ന കമ്പനിയുടെ പ്ലാന്റേഷൻ കാണാൻ ആരും വിളിച്ചില്ലല്ലോ എന്ന്. വെറും ഒരു സ്റ്റെനോഗ്രാഫർ ആയി പോയത് കൊണ്ടാന്ന ഓരോരുത്തരുടെ മിസ്റ്റർ, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. സീതയും വരട്ടെ. സീത, താനും കൂടെ പ്ലാന്റേഷനിലേക്ക് ചെല്ലാൻ. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻകുട്ടിയും പോന്നോളൂ. ഈ ട്രിപ്പ് നമുക്ക് അടിച്ചു പൊളിക്കാം. വേണ്ട, അത് ശരിയാവില്ല. അല്ല, അത് കുഴപ്പമില്ല, പോന്നോളൂ. അല്ല, എന്നാലും വന്നോളൂ, സാറില്ല. പിന്നെ ഈ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആയുർവേദ മരുന്നുകളല്ലേ? ആയുർവേദം എന്ന് പറഞ്ഞാൽ എനിക്ക് അലർജിയാ. അതിനെന്താ, മരുന്ന് പിഴുത്ത് തിന്നാനാണോ നമ്മൾ പോകുന്നത്? എന്നാലും അവിടത്തെ ഈ കാറ്റിലെ ആയുർവേദത്തിന്റെ അണുക്കള് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും. അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റുന്ന ക്ലോണിങ്ങും അതൊക്കെ വരുമ്പോ ചിലപ്പോ അണുക്കളും അങ്ങനെയൊക്കെ. ചുമ്മാ പോളിഷസ് പറയാതെ മിസ്റ്റർ ഗോവിന്ദൻകുട്ടി. അല്ല, അതുകൊണ്ടല്ല. അല്ല, ഒന്നും പറയണ്ട, നീ പോരുന്നു. എന്നാ വരൂ, ഞാൻ കാറ് തിരിച്ചിടാം. ഓക്കെ. ഹായ്. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ തന്നെ എന്നാ മതി, എന്റെ കൂടെ വരണ്ട. അല്ല, ഇതെന്ത് ന്യായമാണെന്ന് നോക്കിയേ. എന്താ പ്രശ്നം? ഇവക്ക് ഫ്രണ്ട് സീറ്റ് ഇരിക്കണമെന്ന്. കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഞാൻ വരുന്നില്ല. സീത മുൻവശത്തിരുന്നോട്ടെ. അല്ല, എക്സ്ക്യൂസ് മീ മുകുന്ദൻ. ഓക്കെ. എങ്ങനെയുണ്ട്? എന്താ? ഒന്നുമില്ല മാഡം. റൈറ്റ്. തുളഞ്ഞു മുകുന്ദ, സർവ്വതും തുളഞ്ഞു. എന്ത് പറ്റി? ഇന്നലത്തെ പ്ലാന്റേഷൻ പിക്നിക്കില് എന്നെയും സീതയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോസ് ചെയ്യിച്ച് ആ MD-യുടെ മോള് കുറെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തില്ലേ? ആ കാസറ്റ് ഫൽഗുന്റെ കയ്യിലായി. എങ്ങനെ? സിംഗപ്പൂർ ടിക്കറ്റിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അവ MD-യുടെ വീട്ടിൽ ചെന്നതാ. അപ്പൊ അവരവിടെ കാസറ്റ് ഇട്ട് കണ്ടോണ്ടിരിക്കായിരുന്നു. അതൊന്ന് കണ്ടിട്ട് തിരികെ തരാന്ന് പറഞ്ഞ് അവരുടെ ഇന്ന് വാങ്ങി. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അമ്മാവനെ കാണിക്കാൻ വേണ്ടിയായിരിക്കണം. ആ കാസറ്റിന് ഒരു കോപ്പി എടുക്കാൻ അവൻ കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ ബഷീറിന്റെ വീഡിയോ ഷോപ്പിലാണ്. അവനാ ഇപ്പൊ ഈ വിവരം എന്നോട് വിളിച്ച് പറഞ്ഞത്. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫൽഗു അമ്മാവനെ കാണുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തിയിരിക്കണം. എന്താ ഇവിടെ നിർത്തിയത്? അമ്മാവ് വേറെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂട്ടർ വരെ അടിച്ചു പൊളിച്ചെന്നിരിക്കും. ഇവിടെ നിർത്തുന്നതാ. വീട് പൂട്ടിയിരിക്കാണല്ലോ.
ഇനി ഒരു പക്ഷേ അവൻ ഈ വിവരം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് അമ്മാവൻ എന്നെ അന്വേഷിച്ച് പുറപ്പെട്ടായിരിക്കോ? ചിലപ്പോ ആയിരിക്കും. ഈശ്വര, ഈ കാസറ്റ് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായല്ലോ. ഇല്ല. സുഹൃത്തെ, അത് അമ്മാവനെ കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. ആളെവിടെ പോയി എന്നറിയോ? അമ്മാവൻ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ നാറി ഗോവിന്ദൻകുട്ടിയെ പറ്റി ഒരു 4 വാക്ക് പറയാനുണ്ടായിരുന്നു. സുഹൃത്തെ, എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ പറ്റി വലിയ തെറ്റിദ്ധാരണ ഉണ്ടെന്ന്. അവന്റെ പല തട്ടിപ്പുകൾക്കും വഞ്ചനകൾക്കും നിവൃത്തികൾ കൊണ്ട് കൂട്ടു നിൽക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. എന്താ ഇത്ര പെട്ടെന്നൊരു മനം മാറ്റം? എല്ലാം ഞാൻ വിശദമായി പിന്നീട് പറയാം. തൽക്കാലം ഞാൻ ഒന്ന് മാത്രം പറയാം. സീത അവന്റെ ഭാര്യ തന്നെയാണ്. അക്കാര്യം ഫൽഗു തന്നെ അമ്മാവനോട് പറഞ്ഞേക്കും. നിൽക്കൂ, നമുക്ക് ഒരുമിച്ച് എന്ന് അമ്മാവനോട് പറയാം. ഇന്നു മുതൽ നാം ഒറ്റക്കെട്ടാണ്. ഇത് വിട്ട് കളയരുത്. ഇതിലാണ് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും. മുകുന്ദനോ? ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കായിരുന്നു. ഞങ്ങളൊരു കല്യാണത്തിന് പോയതായിരുന്നു. എന്താ വിശേഷിച്ച്? പറയാം. ആ താക്കോലിതാ. ആ വരൂ, ഇരിക്കൂ. പറ പറ പറ. നിനക്കെന്താണ് അവിടെ കാര്യം? നീ തനിച്ചേ ഉള്ളൂ. ആ തമിഴത്തെ കൊണ്ടുവന്നില്ലേ? അമ്മാവ് അതല്ല, പറ പറ. എന്ത് പറയാൻ? മറ്റേ കാര്യം ഗോവിന്ദൻകുട്ടിയുടെ പറ. ഗോവിന്ദൻകുട്ടിയുടെ എന്ത് കാര്യം പറയാൻ? ഗോവിന്ദൻകുട്ടി എന്റെ സുഹൃത്താണ്, വളരെ നല്ല മാന്യനാണ്, എന്തുകൊണ്ടും ഗായത്രിയെ കല്യാണം കഴിക്കാൻ അനുയോജ്യനായ ഒരുത്തനാണ്. ഗോവിന്ദൻകുട്ടി, നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. നിനക്ക് 100 ആയുസാണ്. അതെയാ? നീ ഇവിടെ നിൽക്കാണോ? നിന്റെ തമിഴത്തെ പെണ്ണിനെ വഴി വെച്ച് കണ്ടിരുന്നു. നിന്നെ കാണാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു. അമ്മാവ ഇതൊന്നും വിശ്വസിക്കരുത്. അമ്മാവന് ക്യാസറ്റ് ഇട്ട് കാണും, എല്ലാമേ മാവാവുക്ക് തിരിയും. കാസറ്റോ? നിനക്ക് അന്ന് കിട്ടിയ തല്ലിന്റെ ചൂടൊന്നും പോരാ അല്ലേ? അതല്ല മാമ, ഈ ക്യാസറ്റ് ഇട്ട് കണ്ടാൽ ഗായത്രി എന്നെയേ വിവാഹം കഴിക്കും. അയ്യേ, തെമ്മാടിത്തരം പറയാതടാ. ഇത്തരം വൃത്തികെട്ട കാസറ്റുകൾ കാണുന്ന സംസ്കാരമല്ല ഈ കുടുംബത്തിനുള്ളത്, ഇല്ലേ അമ്മാവ? നീ ഇത്തരം കാസറ്റുകൾ ഇഷ്ടം പോലെ കാണുന്നതല്ലേ, കൊണ്ടുപോയി കാണും. അമ്മാവ അവസാനമായി എനിക്കൊരു ചാൻസ്. ഈ കാസറ്റ് ഇട്ട് കണ്ടിട്ട് അമ്മാവന്റെ തല്ലേ കൊല്ല എന്ത് വേണം ചെയ്തോ. അങ്ങനെ ഈ കാസറ്റ് നീ ഇവിടെ ഇപ്പൊ ഇട്ട് എന്താ നോക്കുന്നത് കാണാമല്ലോ. അമ്മാവ ഇതിട്ട് കണ്ട ദുഃഖിക്കേണ്ടി വരും. ആരാണെന്ന് കാണാം. നമുക്ക് കാണാം, കാണാം, കാണാം. ഇതാ എന്താടാ? അമ്മായും ഗായത്രിയും നിർബന്ധമായും ഈ കാസറ്റ് കണ്ടിരിക്കണം. വരൂ, വന്ന് കണ്ട് അടുത്തിരുന്ന് ക്ലോസപ്പിൽ കണ്ട് ആസ്വദിക്കും. എന്റെ ഭഗവാനെ, ഇതെന്ത് കഥ? മോളിങ് പോരെ. അമ്മാവ കംപ്ലീറ്റ് നേക്കഡ്. ഈ കാസറ്റ് അമ്മാവനായിട്ട് കാണിക്കാതെ അമ്മാവന് പ്രഷർ വരും 1000 വട്ടം പറഞ്ഞതാ. അവൻ കേക്കണ്ടേ? അമ്മാവ എവിടെ അറിയില്ല മാമ. ഈ ബോംബെ നിന്നും കൽക്കട്ടയെന്നുള്ള മോഡൽസിന് ഇറക്കുമതി ചെയ്യുന്നതിന് ഇവിടെയുള്ള പെമ്പിള്ളേരൊക്കെ മതി. നമ്മുടെ ഓഫീസിലുള്ള സീത എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ, അവള് കൊള്ളാം. അവളുടെ സാരിയൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ആ സ്വിമ്മിംഗ് സൂട്ട് കൊടുത്തു നോക്ക്. അപ്പോഴറിയാം അവളുടെ ശരീരത്തിന്റെ വടിവ്. അവള് സ്വിമ്മിംഗ് സൂട്ട് ഇട്ട് വല്ല ആറ്റിലോ കുളത്തിലോ പോയി കുളിച്ച് മതിക്കട്ടെ, നമുക്ക് ഷൂട്ട് ചെയ്യാം. ഞാൻ പറയുന്നു അവള് കലക്കുന്ന്. അവളങ്ങനെ കലക്കണ്ട. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു തരാം. വല്ല 1000 2000 കൊടുക്കാം. എന്താ അവളുടെ ആ കണ്ണ്, അവളുടെ ആ ചുണ്ട്, അവളുടെ ആ മൂക്ക്. എന്ത് താനെന്താ മര്യാദയില്ല പെരുമാറുന്നേ? ഞാൻ ആരാണെന്ന് വിചാരിച്ചേ? ഇതുവരെ ഒന്നും വിചാരിച്ചിരുന്നില്ല, ഇപ്പൊ മനസ്സിലായി. കാണുന്ന പെമ്പിള്ളേരെയൊക്കെ അവരുടെ ശരീരഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന വൃത്തികെട്ട മനസ്സുള്ളവരാണെന്ന് മനസ്സിലായി. അയ്യോ, നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ. വരൂ. ഹോസ്പിറ്റൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. മുകുന്ദൻ കാറിൽ പുറകെ വരുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഞാനിവിടെ കിടന്ന് ഉരുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വിഷമിക്കാനൊന്നുമില്ല.